Good morning, my dears. Next topic, operations management stages in material handling എന്ന് പറയുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്താണെന്ന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് എ ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോറിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ഇൻഡസ്ട്രി. സെക്കൻഡ്, ഇൻ ബൾക്ക് പാക്കേജിങ്. അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോറിംഗ് ഓഫ് ദി റോ മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ അൺലോഡിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്, സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളത് അയക്കേണ്ടതുണ്ട്, സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതേസമയം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള ഗുഡ്സുകളോ സെമി ഫിനിഷ്ഡ് ഗുഡ്സുകളോ, അതായത് അതും അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളോ നമ്മൾ ദെൻ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമ്മളത് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട് വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ അതിലെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റിഡ്യൂസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. കോസ്റ്റ് മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ റിഡ്യൂസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യണം. റിഡ്യൂസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ദെൻ റിഡ്യൂസ് കോസ്റ്റ് ബൈ റിഡ്യൂസിങ് ഇൻവെൻറ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക. അതായത് നമുക്ക് ബൾക്കായിട്ട് ഇൻവെൻറ്ററീസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ്സിന് അഡ്വേഴ്സ് ഇഫക്റ്റാണ് ഉണ്ടാവുക, അല്ലേ? അതായത് നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ ലീഡ്സ് ടു പ്രോഫിറ്റ് മിനിമൈസേഷൻ, അല്ലേ? അതായത് നമുക്ക് കൂടുതലായിട്ടുള്ള നമ്മുടെ ക്യാഷും നമ്മളെവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെൻറ്ററിയിൽ സ്റ്റോക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി, അത്രമാത്രം നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റിഡ്യൂസ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. റിഡ്യൂസ് കോസ്റ്റ് ബൈ റിഡ്യൂസ് ഇൻവെൻറ്ററി, ഇൻവെൻറ്ററി റിഡ്യൂസ് ചെയ്തുകൊണ്ട് റിഡ്യൂസ് കോസ്റ്റ് ബൈ റിഡ്യൂസിങ് ഇൻവെൻറ്ററി, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇൻവെൻറ്ററി കുറച്ചുകൊണ്ട് കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The next one is increase productivity by better production control, increase manpower productivity. അവിടെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണു എന്ന് പറയുമ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ്. അവിടെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ബൈ ബെറ്റർ പ്രൊഡക്ഷൻ കൺട്രോൾ, ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ദെൻ ഇൻക്രീസിങ് മാൻ അവർ പ്രൊഡക്ടിവിറ്റി, അതായത് ഓരോരുത്തരുടെയും മാൻ പവർ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു, ഒരു മണിക്കൂറിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു, ഇൻവെൻറ്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. റിഡ്യൂസ് വേസ്റ്റേജ് ബൈ കൺട്രോൾ ഓവർ ഇൻ ആൻഡ് ഔട്ട് സ്റ്റോക്ക് ഹാൻഡ്ലിംഗ്. അവിടെ റിഡ്യൂസ് വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. വേസ്റ്റേജ് കുറയ്ക്കുക ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, ഇഫക്റ്റീവായിട്ട് നമ്മൾ എന്താ പറയുക, ശരിയായിട്ടുള്ള യൂണിറ്റുകൾ തന്നെ റോ മെറ്റീരിയൽസ് തന്നെ സപ്ലൈ ചെയ്യുക, അതിനനുസരിച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വേസ്റ്റേജ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, മാത്രമല്ല ഓവറോൾ ആയിട്ട് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റിംഗ്, അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ ടുഡേ സ്റ്റേജസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതാണ് ദെൻ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്.
എങ്ങനെയായിരിക്കും, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കടന്നു പോകുക എന്നുള്ളതാണ്. സ്റ്റേജസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഫസ്റ്റ് വൺ ഈസ് അൺലോഡിങ്. ഫസ്റ്റ് പ്രോസസ് ഈസ് അൺലോഡിങ്. ഡിഫറെൻറ്റ് സ്റ്റേജസിലെ ഫസ്റ്റ് വൺ ഈസ് അൺലോഡിങ്. അൺലോഡിങ് എന്ന് പറയുമ്പോൾ ലോഡ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് അതാത് സ്ഥാപനങ്ങളിൽ അൺലോഡ് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് ഫസ്റ്റ് അൺലോഡിങ് എന്ന് പറയുന്നത്. സോ വൺസ് ദ മെറ്റീരിയൽ റീച്ചസ് ദ ഫാക്ടറി ഫ്രം ദ സപ്ലയേഴ്സ് and the material has to unloaded safely and without any damage to the material. Without any damage to the material. First process, material handling inde first process ennu parayunnathu unloading. ദെൻ ആ ഇൻഡസ്ട്രിയിൽ ഈ റോ മെറ്റീരിയൽസ് വന്ന് ഇറക്കി വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അൺലോഡിങ് എന്ന് പറയുന്നത്. കേട്ടോ, ഇതിനെയാണ് നമ്മൾ അൺലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അൺലോഡിങ് എന്ന് പറയുമ്പോൾ വൺസ് ദ മെറ്റീരിയൽ റീച്ചസ് ദ ഫാക്ടറി ഫ്രം ദ സപ്ലയേഴ്സ് എൻഡ്, അതായത് വൺസ് ദ മെറ്റീരിയൽ റീച്ചസ് ദ ഫാക്ടറി ഫ്രം ദ സപ്ലയേഴ്സ് എൻഡ്, സപ്ലയേഴ്സിൽ നിന്ന് അത് കളക്ട് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ ഇറക്കി വെക്കുന്ന പ്രോസസ്സിനെ അൺലോഡിങ് എന്ന് പറയുന്നു. ദ മെറ്റീരിയൽ ഹാസ് ടു അൺലോഡഡ് സേഫ്ലി ആൻഡ് വിത്തൗട്ട് എനി ഡാമേജ് ടു ദ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിന് യാതൊരു ഡാമേജും കൂടാതെ. ചിലപ്പോൾ പല പ്രോഡക്റ്റുകളും നമ്മളിപ്പോൾ സാധനങ്ങൾ തന്നെ പറയുമ്പോൾ പലതും പലതരത്തിലുള്ള യൂണിറ്റ് വാല്യൂ കൂടിയതുണ്ടായിരിക്കാം, യൂണിറ്റ് വാല്യൂ കുറഞ്ഞതായിരിക്കും. പല ഇൻഡസ്ട്രിയിലും പലതരത്തിലുള്ള പ്രോഡക്റ്റുകളാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ലോഡ് ചെയ്യുമ്പോഴോ അൺലോഡ് ചെയ്യുമ്പോഴോ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അത് അൺലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ദാറ്റ് ഈസ് അൺലോഡിങ്. ദെൻ സെക്കൻഡ് വൺ ഈസ് മൂവ്മെൻറ്റ് ടു ഇൻകമിങ് ഗുഡ് സ്റ്റോർ. മൂവ്മെൻറ്റ് ടു ഇൻകമിങ് ഗുഡ് സ്റ്റോർ. ദെൻ അതിനുശേഷം മൂവ്മെൻറ്റ് ടു ഇൻകമിങ് ഗുഡ് സ്റ്റോർ. മൂവ്മെൻറ്റ് ടു ഗുഡ് സ്റ്റോർ, സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് സെക്കൻഡ് പ്രോസസ്സ് പറയുന്നത്. മൂവ്മെൻറ്റ് ടു ഗുഡ്സ് സ്റ്റോർ. ഗുഡ് സ്റ്റോർ. ഇവിടെ സെക്കൻഡ് പ്രോസസ്സിൽ ആദ്യം റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു. റോ മെറ്റീരിയൽ എന്താ പറയുക, അതാത് സ്ഥാപനങ്ങൾ നമ്മളത് ഇറക്കി വെച്ചു. അതിനുശേഷം മൂവ്മെൻറ്റ് ടു ഗുഡ്സ് സ്റ്റോർ. ഈ ഗുഡ്സിനെ സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക മൂവ്മെൻറ്റ് ടു ഗുഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇവിടെ ദെൻ after unloading from the transporter's vehicle from the incoming material, the same has to moved to the incoming goods store carefully and steadily. In the storehouse, the material need to be stocked so that there is no damage during the storage and the material can be easily retrieved. അപ്പോൾ ഈ സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത് അൺലോഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക. സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. മാത്രമല്ല ഈസിലി റിട്രൈവബിൾ എന്ന് പറയുന്നത്. ഈസിലി റിട്രൈവബിൾ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കാനായിട്ട് ഇതൊരു ഇഷ്യൂയിങ് സെക്ഷൻ വഴി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ചില പ്രോഡക്റ്റുകളാണ്. അപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷനിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആഫ്റ്റർ അൺലോഡിങ് ഫ്രം ദ ട്രാൻസ്പോർട്ടേഴ്സ് vehicle of incoming materials, the same has to be moved to the incoming goods storage carefully and steadily. And in the storehouse, the material needs to be stocked so that there is no damage during the storage and the materials can be easily retrieved. മാത്രമല്ല സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മതിയായിട്ടുള്ള സ്പേസ് ഉണ്ടോ, അതായത് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല അത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതുകൂടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ സ്റ്റോക്ക് റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏതായിരിക്കും, അതെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് കൂടെ അതിൻ്റെ പിറകിലുണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് പോയിൻ്റ് പറയുന്നത്. മൂവ്മെൻറ്റ് ടു ഇൻകമിങ് ഗുഡ് സ്റ്റോർ. സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. Then next one is movement to the shop floor. Movement to the shop floor. Third point is movement to the shop floor. അവിടെ നമ്മളോട് പറയുന്നത് ഫ്ലോർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫ്ലോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സിനാണ് മൂവ്മെൻറ്റ് ടു ദ ഫ്ലോർ ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പ് ഫ്ലോർ. As per requisition from various production departments,
materials move from the incoming material stores to the shop floor for conversion into finished product. അതായത് raw materialsനെ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ആസ് പെർ റിക്വസിഷൻ ഫ്രം വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മെറ്റീരിയൽസ് മൂവ് ഫ്രം ദ ഇൻകമിങ് മെറ്റീരിയൽ സ്റ്റോർ ടു ദ ഷോപ്പ് ഫ്ലോർ ഫോർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിക്വസിഷൻ അനുസരിച്ച് അവരുടെ ആവശ്യാനുസരണം റോ മെറ്റീരിയൽസിനെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫ്ലോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഫ്ലോറിംഗ് സെക്ഷനിലേക്ക് നമ്മളത് മാറ്റേണ്ടതായിട്ട് വരും ഫോർ ദി കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അവിടെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് movement of finished goods to store. After the product or finally movement finished goods to store, അതിനുശേഷം movement of finished goods to store. വീണ്ടും അവിടെ എന്ത് ചെയ്യണം? movement to finished goods again അവിടെ എന്ത് ചെയ്യേണ്ടി വരും? മൂവ്മെൻറ്റ് ടു ഫിനിഷ്ഡ് ഗുഡ്സ് ടു സ്റ്റോർ. ആദ്യം അൺലോഡിങ് പ്രോസസ്സ്, അതിനുശേഷം അൺലോഡ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അതിൻ്റെ ഹാൻഡ്ലിംഗ് പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൂവ്മെൻറ്റ് ടു ദ ഷോപ്പ് ഫ്ലോർ. സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഷോപ്പിലേക്ക് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആഫ്റ്റർ ദി പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ടു ഫിനിഷ്ഡ് ഗുഡ്സ് ടു സ്റ്റോർ. ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുന്നു. ഇതാണ് അവിടെയുള്ള പ്രോസസ്സ് വരുന്നത്. ദെൻ ആഫ്റ്റർ ദി പ്രോഡക്റ്റ് ആർ ഫൈനലി പ്രൊഡ്യൂസ്ഡ്, ടെസ്റ്റഡ് ആൻഡ് റെഡി ഫോർ ഡിസ്പാച്ച് ടു ദ കസ്റ്റമർ. കണ്ടോ? ദെൻ ഇറ്റ് മൂവ്സ് ടു ദ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ അവൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ ഡിസ്പാച്ച് ടു ദ കസ്റ്റമേഴ്സ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ ആഫ്റ്റർ ദി പ്രോഡക്റ്റ് ആർ ഫൈനലി പ്രൊഡ്യൂസ്ഡ്, നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ദെൻ ടെസ്റ്റഡ് ആൻഡ് റെഡി ഫോർ ഡിസ്പാച്ച് ടു ദ കസ്റ്റമർ. ഇനി നമുക്ക് ഓക്കെ, കാരണം കൺവേർഷൻ പ്രോസസ്സ് കഴിഞ്ഞു, പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു, അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് നമ്മളത് മാറ്റി. ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ ആരിലേക്ക് എത്തിക്കണം? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള റെഡി ആയിട്ടുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇറ്റ് മൂവ്സ് ടു ദ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോർ, ദെൻ അവൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ബി ഡിസ്പാച്ച്ഡ് ടു ദ കസ്റ്റമേഴ്സ്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോർ സ്പേസിൽ നിന്ന് ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെ അനദർ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നു. ദെൻ ഇനി മാർക്കറ്റിംഗ് സെക്ഷൻസിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ദെൻ കസ്റ്റമേഴ്സിലേക്ക് റെഡിയായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് ആരിലേക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതായിട്ട് വരും? കസ്റ്റമേഴ്സിലേക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. Okay, the next one is moving goods from finished goods store to transporters. ഇനി മൂവിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. ഇപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിഫ്ത്ത് പോയിന്റ് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. ഇവിടെ പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റില്ല. ദെൻ നമ്മൾ ട്രാൻസ്പോർട്ടേഴ്സ്, അതായത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മളിതെങ്ങനെയാണ് കൊണ്ടുപോകാന്നുള്ളതാണ്. ദ ഫിനിഷ്ഡ് ഗുഡ്സ് നീഡ് ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ഡ്യൂറിങ് ദ ഡിസ്പാച്ച് ടു ദ ട്രാൻസ്പോർട്ടേഴ്സ് for onward delivery to customers. It is necessary to ensure safety and quality of the ഫിനിഷ്ഡ് ഗുഡ്സ്. മാത്രമല്ല അത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ദ ഫിനിഷ്ഡ് ഗുഡ്സ് നീഡ് ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ഡ്യൂറിങ് ദ ഡിസ്പാച്ച് ടു ദ ട്രാൻസ്പോർട്ടേഴ്സ് ഫോർ ഓൺവേർഡ് ഡെലിവറി ടു കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്.
The last point is transporting to dealers or customers. Now the transporters are responsible for the timely delivery of the product safely and securely to dealers and customers. Last point is transporting to dealers or customers. Transporting to dealers. Last point. Then ഈ പ്രോഡക്റ്റുകൾ transporting to dealers and customers. കണ്ടോ, ട്രാൻസ്പോർട്ടിങ് ടു ഡീലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിലേക്കോ ഡീലേഴ്സിലേക്കോ നമ്മൾ എത്തിക്കണമെന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സാണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ കയ്യിലേക്കാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കേടും കൂടാതെ ഈ പ്രോഡക്റ്റുകൾ അവരിലേക്ക് എത്തിക്കാം. ഇതാണ് സ്റ്റേജസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. ഈ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് പ്രോസസ് ഈസ് അൺലോഡിങ് പ്രോസസ്. Second one is movement to goods store. Third one is movement to the shop floor. Then fourth one is movement to the finished goods to store. Then movement of finished goods to transporters and transporting to the dealers and customers. കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ then അവിടെ എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സോൾവിങ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം ഇൻവോൾവിംഗ് ഇൻ ദ മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ത്രൂ ഔട്ട് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ശരിയായിട്ടുള്ള മീനിങ് കൺവേ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സോൾവിങ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന, അതായത് ഈ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളൊരു പ്രോസസ്സിനെയാണ് അവിടെ എന്താ പറയുക മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സോൾവിങ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻവോൾവിങ് ദ മൂവ്മെൻറ്റ്, storage, control and protection of raw materials, work in progress and semi-finished goods throughout the process of manufacturing and distribution. The materials can be moved either manually or mechanically. ചിലപ്പോൾ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലപ്പോൾ മെറ്റീരിയൽസ് മെഷീൻ പവർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം നമുക്കത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ദ മെറ്റീരിയൽ ക്യാൻ ബി മൂവ്ഡ് ഐദർ മാനുവലി ഓർ ഫോർ ദിസ് പർപ്പസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ്. ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ക്രെയിൻ, കൺവേയേഴ്സ് എന്നൊക്കെ പോലെയുള്ള പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം. എല്ലായ്പ്പോഴും മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല, എല്ലാതും ഒരേപോലെയുള്ള പ്രോഡക്റ്റുകളായിരിക്കില്ല. അപ്പോൾ ദെൻ അവിടെ ആ കൺവീനിയൻസ്, അതായത് ഏത് രീതിയിലാണ് സുഖപ്രദമായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാൻ നോക്കേണ്ടി വരും. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോസസ് ഈസ് കൺസേൺഡ് വിത്ത് സോൾവിങ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, കൺട്രോൾ, ദ പ്രൊട്ടക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ത്രൂ ഔട്ട് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതലേ അതിൻ്റെ കൺവേർഷൻ പ്രോസസ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വളരെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, ബെറ്റർ കൺട്രോളിങ് സാധ്യമാണ്. ദെൻ ഇറ്റ് ഈസ് overall objectives, it increases the quality of the product. These are the main objectives of material handling. പഠിച്ചു കഴിഞ്ഞു. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് പ്രോസസ് ഈസ് അൺലോഡിങ്. റോ മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു, ദറ്റ് ഈസ് അൺലോഡിങ് പ്രോസസ്. അൺലോഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ അൺലോഡിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ടു ഗുഡ്സ് ടു സ്റ്റോർ, അതായത് അൺലോഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഗുഡ്സിന് നമ്മൾ അതിൽ നിന്ന് മൂവ്മെൻറ്റ് ടു ഗുഡ്സ് സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് അവിടെ നിന്ന് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകുന്നു. അത് ഏത് രീതിയിൽ മാൻ പവറാണോ ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ മെഷീൻ പവറാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കണം. മൂവ്മെൻറ്റ് ടു ഗുഡ്സ് ടു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് മാറ്റുന്നു. ദെൻ മൂവ്മെൻറ്റ് ടു ദ ഷോപ്പ് ഫ്ലോർ. ഈ റോ മെറ്റീരിയൽസ് ദെൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മൂവ്മെൻറ്റ് ടു ഗുഡ്സ് ടു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഷോപ്പ് ഫ്ലോർ, ഫ്ലോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർ ദി കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദെൻ ദിസ് ദ പോയിന്റ് മൂവ്മെൻറ്റ് ടു ദ ഷോപ്പ് ഫ്ലോർ.
Then next one is movement to finished goods to stores department. ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളെ കൺവേർഷന് ശേഷം മൂവ്മെൻറ്റ് ടു ഷോപ്പ് ഫ്ലോർ, അതിനുശേഷം ഫിനിഷ്ഡ് ഗുഡ്സ് ടു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് കസ്റ്റമേഴ്സിനോ ഡീലേഴ്സിനോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ പ്രോഡക്റ്റുകൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ആ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ടേഴ്സ്, അതായത് ഡീലേഴ്സിനോ കസ്റ്റമേഴ്സിനോ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ദെൻ ആ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ദെൻ അത് ട്രാൻസ്പോർട്ടേഷൻ ഏതാണോ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലേക്ക് അവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് 5th പോയിന്റിൽ പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഈസ് ട്രാൻസ്പോർട്ടിങ് ടു ഡീലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതിന് പ്രോപ്പറായിട്ടുള്ള എയർ ട്രാൻസ്പോർട്ടാണോ വാട്ടർ ട്രാൻസ്പോർട്ടാണോ അതേപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണോ ഏതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം എന്ന് നോക്കിയിട്ട് അതിൽ ഈ പ്രോഡക്റ്റുകൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ കേടുവരാതിരിക്കാനായിട്ട് പൊട്ടിപ്പോകാതിരിക്കാനോ എന്താണോ ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ വെച്ചാൽ അത്തരത്തിലുള്ള എല്ലാ ഹാൻഡ്ലിംഗ് സെക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സേഫായിട്ട് ഒരു തരത്തിലും കേടുവരാതെ തന്നെ അത് ഡീലേഴ്സിൻ്റെ അടുത്തോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തോ എത്തിക്കേണ്ടതുണ്ട്. ദെൻ ഇതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, മക്കൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഏതാണ് നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ദ സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഷുഡ് ബി ഡൺ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേഔട്ട്. An integrated approach to design, layout and material handling system is essential. A computerized technique known as COFD, that is computerized facilities design, has been developed for integrated material handling system and layout design. അവിടെ നമ്മളോട് പറയുന്നത് ദ സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഷുഡ് ബി ഡൺ ഡ്യൂറിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേഔട്ട്. അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഷുഡ് ബി ഡൺ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേഔട്ട്. ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു ഡിസൈൻ ലേഔട്ട് An integrated approach to design layout and material handling system is essential. ഇപ്പോൾ നമുക്ക് ശരിയായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റമാണ് എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു അപ്രോച്ചാണ് അതിൽ പറയുന്നത്. എ കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നിക് നോൺ ആസ് COFD, കമ്പ്യൂട്ടറൈസ്ഡ് ഫെസിലിറ്റീസ് ഡിസൈൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ആൻഡ് ലേഔട്ട് ഡിസിഷൻ. ഇപ്പം നമുക്കതിനെ COFD എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നിക്സ് ഉണ്ട്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള COFD എന്ന് പറയുന്ന ദെൻ അവിടെ അത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് ഉണ്ട്. ദെൻ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ ലേഔട്ട് എന്താണെന്ന്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൂൾ ടു ഒബ്സർവ്ഡ് വൈൽ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് പോയിന്റ് റൂൾസ് ടു ഒബ്സർവ്ഡ് വൈൽ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽസ്. Rules to be observed. Rules to be observed while material. Rules to be observed while material handling system. Then what are the റൂൾസ് ടു ബി ഒബ്സർവ്ഡ്? വാട്ട് ആർ ദി റൂൾസ്? എന്തൊക്കെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇങ്ങനെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും റൂൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് ഉണ്ടോ, റൂൾസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് കർക്കശമായിട്ടുള്ള ചില നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ള റൂൾസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ റൂൾസാണ് പാലിക്കേണ്ടത്, എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ്. ഫസ്റ്റ് പോയിന്റ് ഈസ് റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ്. ഫസ്റ്റ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ചില പോയിൻ്റാണ്. റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ് ഈഫ് എനി. മെറ്റീരിയൽ ഡാമേജ് ഈഫ് എനി. അതായത് ചിലപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ഇറക്കുമ്പോഴോ അത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുമ്പോഴോ അതേപോലെ തന്നെ ഫിനിഷ്ഡ് സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടോ ഏറ്റവും ലാസ്റ്റ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചോ എവിടെ വെച്ചിട്ടാണോ ആ റോ മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളോ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്.
അപ്പോൾ റൂൾസ് ഒന്നും മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതാണ് ചില പ്രിൻസിപ്പിൾസ്, ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ദെൻ റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ് ഇഫ് എനി. ഏതെങ്കിലും കാരണവശാൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, അവിടെ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. Make excellent utilization space. Make excellent utilization. Excellent utilization space. എക്സലൻറ്റ് യൂട്ടിലൈസേഷൻ സ്പേസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ സ്പേസ് യൂട്ടിലൈസേഷൻ ഉണ്ടായിരിക്കണം. എക്സലൻറ്റ് യൂട്ടിലൈസേഷൻ സ്പേസ്, ശരിയായിട്ടുള്ള രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നോക്കിയിരിക്കണം ഏത് രീതിയിലാണ് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് നമുക്ക് റിട്രൈവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് മേക്ക് എക്സലൻറ്റ് യൂട്ടിലൈസേഷൻ സ്പേസ് എന്ന് പറയുന്നതാണ്. മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിൻ്റൊക്കെ തന്നെയാണ്. മിനിമൈസ്, നെക്സ്റ്റ് പോയിന്റ് minimize the movement of material. Minimize the movement of material. കാരണം ഈ മെറ്റീരിയൽസ് കൂടുതൽ സമയവും അത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴോ അത് ബ്രേക്ക് ഡൗൺ ആവാനോ കേടുവരാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, പരമാവധി അതിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കണം. അതായത് മിക്കവാറും നമ്മൾ സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്. അപ്പോൾ ദെൻ സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് വീണ്ടും വേറൊരു സ്റ്റോറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അതും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കണം. മാത്രമല്ല അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്കത് ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ്, കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഡീലേഴ്സിനോ ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എവിടെയാണോ നമുക്കൊരു ലോഡ് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നത്, അതിനോട് സുഖകരമായിട്ടുള്ള രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ആ റൂം അറേഞ്ച്മെൻറ്റ് വേണ്ടത്. അപ്പോൾ നമ്മളവിടെ നോക്കേണ്ടത് മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് കൂടുതൽ ദൂരം കൊണ്ടുപോകുന്നത് ഒഴിവാക്കണം. ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽ വിത്ത് കെയർ. ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽ വിത്ത് കെയർ. ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ. വളരെ ശ്രദ്ധാപൂർവം തന്നെ എന്ത് ചെയ്തിരിക്കണം, കേടുവരുന്ന മെറ്റീരിയൽസ് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കണം. അവിടെ പറയുന്ന പോയിൻ്റ് എന്താ, ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്. എലിമിനേറ്റ് വേസ്റ്റേജ്. കണ്ടോ, കേടുവരുന്ന രീതിയിൽ എലിമിനേറ്റ് വേസ്റ്റേജ്. ഒരുപാട് പോയിന്റ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില റൂൾസ്. റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ് ഇഫ് എനി, എക്സലൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്, മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ. കേടുവരുന്ന സാധനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂസ് പാക്കേജ് വിച്ച് ഈസ് ഈസിലി ട്രാൻസ്പോർട്ടബിൾ. യൂസ് പാക്കേജ്. കണ്ടോ, യൂസ് പാക്കേജ് വിത്ത് ഈസിലി ട്രാൻസ്പോർട്ടബിൾ. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈസിലി ട്രാൻസ്പോർട്ടബിൾ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ചില പ്രോഡക്റ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേടുവരാനോ പൊട്ടിപ്പോകാനോ ഒക്കെ കാരണമാവും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളതിനെ നല്ല പാക്കേജോട് കൂടിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ദെൻ മേക്ക് ഹാൻഡ്ലിംഗ് ഡിസ്റ്റൻസ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. മേക്ക് handling distance
as short as possible. As short as possible. ഏറ്റവും അതായത് മേക്ക് ഹാൻഡ്ലിംഗ് ഡിസ്റ്റൻസ്, അത് ഹാൻഡിൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ടേക്ക് പ്രിക്കോഷൻസ് ഇൻ ദ കേസ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ്. പെട്ടെന്ന് കേടുവരുന്നതായിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. യൂസ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ആസ് ഫാർ ആസ് എക്കണോമിക്കൽ. Store the materials at a place free from sun and rain. Use right method and handling materials equipment. Then ഇവിടെ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 7th പോയിന്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടേക്ക് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ് പറഞ്ഞു. ദെൻ യൂസ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ്. യൂസ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് equipment as far as എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ വളരെ ലാഭകരമായിട്ടുള്ള രീതിയിലുള്ള, ചിലപ്പോൾ ചില മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കോസ്റ്റ്ലി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള, നമുക്ക് ലാഭകരമായിട്ടുള്ള രീതിയിലുള്ള മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ദെൻ സ്റ്റോർ ദ മെറ്റീരിയൽ ഫ്രീ ഫ്രം sun and rain. sun and rain. അതായത് മഴയിൽ നിന്നോ വെയിലിൽ നിന്നോ രക്ഷ കിട്ടുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. സ്റ്റോർ ദ മെറ്റീരിയൽ ഫ്രീ ഫ്രം sun and rain. Use right method and handling material equipments. Place heavy goods on wooden planks for easily lifting. Avoid second handling of material by placing at the right place. Move the required quantity of material at the right time to the right place. Move the required quantity. ഒരു പോയിന്റ് കൂടെ ഞാൻ എഴുതുന്നു. Move the required quantity. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രം കയറ്റി അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. Move the required quantity at the right time at a right place. ഇനി നമുക്കിതിന് കൂടെ ചേർത്തൊക്കെ എഴുതാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദി റൂൾസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. റിപ്പോർട്ട് മെറ്റീരിയൽ ഡാമേജ് ഇഫ് എനി. ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. എക്സലൻറ്റ് യൂട്ടിലൈസേഷൻ സ്പേസ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ സ്പേസ് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് മൂവ്മെൻറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ. ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ, വളരെ ശ്രദ്ധാപൂർവം. കേടുവരുന്നതാണെങ്കിൽ ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽസ് വിത്ത് കെയർ. ദ നെക്സ്റ്റ് വൺ ഈസ് എലിമിനേറ്റ് വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ദെൻ യൂസ് പാക്കേജ് വിത്ത് ഈസിലി ട്രാൻസ്പോർട്ടബിൾ. മേക്ക് ഹാൻഡ്ലിംഗ് ഡിസ്റ്റൻസ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. യൂസ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ് ആസ് ഫാർ ആസ് economical and store the materials free from sun and rain and move the required quantity at the right time. Then next ഒരു പോയിന്റ് കൂടെ ഞാൻ എടുക്കുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഹാൻഡ്ലിംഗ്, സെക്കൻഡ് വൺ ഈസ് ബൾക്ക് ഹാൻഡ്ലിംഗ്, തേർഡ് വൺ ഈസ് കരിയർ ഹാൻഡ്ലിംഗ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് പാക്കേജ് ഹാൻഡ്ലിംഗ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വെയർഹൗസ് ഹാൻഡ്ലിംഗ്. ഈ 5 രീതിയിലാണ് നമ്മളതിനെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. Types of material handling. First one is unit handling.
unit handling. Second one is bulk handling. Bulk handling. Then third one is carrier handling. Carrier handling. And fourth one is packaging handling. And fifth one is warehouse handling. ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ തരത്തിലാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്? യൂണിറ്റ് ഹാൻഡ്ലിങ്, ഓരോ യൂണിറ്റായിട്ട് നമുക്ക് മാറ്റിവെക്കുന്ന പ്രോസസ്സ് യൂണിറ്റ് ഹാൻഡ്ലിങ്. ബൾക്ക് ഹാൻഡ്ലിങ്, മൊത്തത്തിൽ നമുക്ക് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ബൾക്ക് ഹാൻഡ്ലിങ്. കരിയർ ഹാൻഡ്ലിങ്, ഏതെങ്കിലും കാരേജിങ് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാം. അതേപോലെ തന്നെ പാക്കേജിങ് ഹാൻഡ്ലിങ്, പാക്ക് ചെയ്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യാം. വെയർഹൗസ് ഹാൻഡ്ലിങ്, വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മെറ്റീരിയൽസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്? ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഹാൻഡ്ലിങ്, ബൾക്ക് ഹാൻഡ്ലിങ്, then third one is carrier handling, then packaging handling, and fifth point is warehouse handling. Then unit handling of consignment depends upon the weight of the consignment. ഓരോ യൂണിറ്റായിട്ട് നമുക്ക് മാറ്റിവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കൺസൈൻമെൻറ്റ്, ആ ചരക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ഏതാണോ പ്രോഡക്റ്റ്, അതിൻ്റെ വെയ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അവിടെ പറയുന്നത് യൂണിറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് കൺസൈൻമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെയ്റ്റ് ഓഫ് ദ കൺസൈൻമെൻറ്റ്. അതായത് ആ ഗുഡ്സിൻ്റെ വെയ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. The lightness of the unit, safety requirement as well as shape of the unit. Depending on the above factors are repetitive nature of the unit to be handled. The material handling equipments and process are decided. The international norms for unit that is to be manually handled should not have the weight more than 40 kilograms, which can be handled comfortably by 2 people. ഷുഡ് നോട്ട് ഹാവ് ദ വെയ്റ്റ് മോർ ദാൻ 40 കിലോഗ്രാമിലും കൂടുതലായിട്ടുള്ളൊരു വെയ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല. മാനുവലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് കംഫർട്ടബിളി ടു 2 പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ 2 ആളുകളെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഇൻ്റർനാഷണലി നമുക്കത് എന്ത് ചെയ്യുന്ന നോംസ്, കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ യൂണിറ്റ് ഹാൻഡ്ലിങ്ങിൽ നമുക്ക് ചിലപ്പോൾ നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കത് സാധിക്കുമോ? ആ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അത് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് കൺസൈൻമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെയ്റ്റ് ഓഫ് ദ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ്, അതായത് ആ ഗുഡ്സ്, നമ്മൾ ചരക്ക് എന്നൊക്കെ പറയില്ലേ, എന്താണ് നമ്മൾ കയറ്റി അയക്കുന്നത്, ദെൻ ഏത് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിൽ അതും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റീൽ, അലുമിനിയം, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, പെട്രോളിയം അവിടെ ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള നേച്ചറാണല്ലോ, നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ നോക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാനായിട്ട് ഓരോ യൂണിറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ, അതിൻ്റെ വെയിറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കണം. മാനുവൽ ആണെങ്കിൽ അത് മാക്സിമം 40 കിലോഗ്രാം മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ അത് മെക്കാനിക്കൽ മെഷീൻ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അബവ് 40 കിലോഗ്രാംസ് ആണെങ്കിൽ 2 ആളുകളെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ് ഹാൻഡ്ലിംഗ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യൂണിറ്റ് ഹാൻഡ്ലിംഗ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ബൾക്ക് ഹാൻഡ്ലിംഗ്. ബൾക്കായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ബൾക്ക് ഹാൻഡ്ലിംഗ് മീൻസ് ലാർജ് കൺസൈൻമെൻറ്റ്, ഹെവി വെയ്റ്റ് വിച്ച് നീഡ്സ് ടു ബി ഹാൻഡിൽഡ് ബൈ ഓൺലി എ മെറ്റീരിയൽ എക്യുപ്മെൻറ്റ് capable of handling such bulk consignment. The material handling terms should be experienced in doing this work. വളരെയധികം ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ബൾക്ക് ഹാൻഡ്ലിംഗ്. ബൾക്ക് ഹാൻഡ്ലിംഗ് മീൻസ് ലാർജ് കൺസൈൻമെൻറ്റ്, heavy weight which needs to be handled by only a material handling equipment capable of handling such bulk consignment. The next point is carrier handling. The various distance on time constraints, cost effectiveness, mode of transport, multimodal combination, agreements with the transporters, etc. from an integral part of the carrier handling.
അതൊരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കരിയർ എന്ന് പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് കൂടുകയോ അതേപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നോക്കിക്കൊണ്ടോ ടൈം നോക്കിക്കൊണ്ടൊക്കെ കരിയർ ഹാൻഡ്ലിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫറെൻറ്റ് മോഡൽസാണ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ഫ്രം എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കരിയർ ഹാൻഡ്ലിംഗ് ഇവിടെ പറയുന്നുണ്ട് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, മൾട്ടി മോഡൽ കോമ്പിനേഷൻസ്, അഗ്രിമെൻറ്റ് വിത്ത് ട്രാൻസ്പോർട്ടേഴ്സ് എക്സെട്ര ഫ്രം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കരിയർ ഹാൻഡ്ലിംഗ്. The next one is package handling. Primary packaging involves product promotion, merchandising as well as basic protection of the material inside. Primary packaging ഒരു പാക്കേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പ്രൊഡക്റ്റ് പ്രൊമോഷൻ. ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ, അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് കൂടിയാണ് പാക്കേജ് എന്ന് പറയുന്നത്. Primary packaging involves product promotion, merchandising as well as basic protection to the material inside. And the last point is warehousing. In a warehouse, goods are stored for long period and the main purpose is to protect goods. Warehouse എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ്സ്. വളരെ കസ്റ്റമേഴ്സോ ഡീലേഴ്സോ ആവശ്യപ്പെടുന്നവരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് ഇത് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഡിസൈൻ ആസ് സച്ച് എ വേ ടു മിനിമം മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്ലിംഗ് ഈസ് അച്ചീവ്ഡ്. ഒരു വെയർ ഹൗസിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വെയർ ഹൗസ് ഇൻക്ലൂഡ് പ്ലാന്റ് വെയർ ഹൗസ്, റീജിയണൽ വെയർ ഹൗസ്, ലോക്കൽ വെയർ ഹൗസ് എക്സെട്ര. പ്ലാന്റിനോട് കൂടെ ചേർന്ന് തന്നെ നമുക്ക് വെയർ ഹൗസ് ഉണ്ടാവാം. ചില ലൊക്കേഷൻസിൽ വേറെ എവിടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഡിസ്ട്രിബ്യൂഷൻ സ്പേസിൽ നമുക്ക് ലൊക്കേഷൻ വെയർ ഹൗസസ് ഉണ്ടാവാം, റീജിയണൽ വെയർ ഹൗസസ് ഉണ്ടാവാം. ദർ ആർ സം സ്പെഷ്യലൈസ്ഡ് വെയർ ഹൗസസ് സച്ച് ആസ് ഫ്രീസർ സ്റ്റോറേജ് വെയർ പെരിഷബിൾ ഗുഡ്സ് ഷുഡ് ബി സ്റ്റോർഡ്. കേട് വരുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെരിഷബിൾ ആവുന്ന ഗുഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൂടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെൻറ്റ് ബൈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വാട്ട് ആർ ദി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്തൊക്കെ പോയിൻറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ദ നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. വാട്ട് ആർ ദി റൂൾസ് observed while handling materials and what are the different types of material handling. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.